ഉം. എന്തിനാ എൻ്റെ മുഖം നോക്കുന്നേ? കോഫി ചൂടാറിപ്പോകും, കുടിക്ക്. ഉം. 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 എന്റെ ഫോൺ റിംഗ് ആവുന്ന ശബ്ദം കേട്ടിട്ട് പോലും അതാരാണെന്നൊന്ന് നോക്കൂലേ? കണ്ടില്ലേ, അങ്ങേര് രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടി ഫോൺ ചെയ്യുന്നു. നീ എന്നോടൊരു ഗുഡ് മോർണിംഗ് പോലും പറയില്ലേ? ആർത്തി, നിനക്ക് എന്താണ് വേണ്ടത്? ഗുഡ് മോർണിംഗ് പറയണോ? നന്ദ, ഇത് ടൂ മച്ചാ. നമ്മള് രണ്ടുപേരും മാത്രമുള്ള ഈ വീട്ടില് വേറെ ആരാ ഉള്ള സംസാരിക്കാനായിട്ട്? ശരി, പിന്നീട് സംസാരിക്കാം. ആദ്യം കോഫി കുടിക്കുക. ഉം. ഇന്നലെ രാത്രിയാ ഗുഡ് നൈറ്റ് പറഞ്ഞത്. ഇപ്പതാ രാവിലെ ഫോൺ അടിക്കുകയും ചെയ്തു. ഒന്ന് പെട്ടെന്ന് എടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടേയിരിക്കും. ഹും. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? ഗുഡ് മോർണിംഗ്. എന്റെ ആരതിക്കുട്ടി എന്ത് ചെയ്യാ? നല്ല ചൂടായിട്ട് ഒരു കോഫി കുടിച്ചു. ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ എനിക്കില്ലേ? ഞാൻ ഇവിടുത്തെ ഫോണിലൂടെ ഒഴിക്കട്ടെ? കുടിക്കുന്നോ? ആരതി, നിന്റെ ഈ ചിരിയുണ്ടല്ലോ, ശ്രീകോവിൽ തുറക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ദേവിയെ കാണില്ലേ, അതുപോലെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ദിവസവും രാവിലെ ഞാൻ ഈ ഗുഡ് മോർണിംഗ് പറയുന്നത്. പോരാ പോരാ, ആ, കുറച്ചുകൂടെ കുറച്ചുകൂടെ കൂടുതൽ പൊക്കി പറ. ശരി ശരി, നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക്. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. ഉം. ഓക്കെ അല്ലേ? ഒരു പെണ്ണിനെ ഉം, എന്താണ് ഇഷ്ടം എന്നുള്ളത് അച്ഛനറിയണം, ഉം, ജ്യേഷ്ഠാനിയന്മാർക്ക് അറിയണം, ഉം, പ്രേമിക്കുന്ന പയ്യനും അറിയണം, ഉം. താലി കെട്ടിയ ഭർത്താവൻ അറിയണം. ആഹാ, പിന്നെ ഒരു ജെന്റിൽമാൻ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് നിങ്ങളെ കണ്ടിട്ട് വേണം എല്ലാരും പഠിക്കാൻ. ഞാനെന്നാ വെക്കട്ടെ, ഞാൻ പിന്നെ സംസാരിക്കാം. ബൈ ബൈ. ഉം. ബൈ ആർത്തി. ഫോൺ ഫോബിയ തലയ്ക്ക് കയറി ഭ്രാന്ത് പിടിച്ച് കളിക്കല്ലേ. പിന്നെ ഫോണിൽ നിന്റെ കൂടെ സംസാരിക്കുന്നവരെ ലൂസാക്കരുതേ. ബൈ, സൂക്ഷിക്കണേ. ഉം. ആ പറയാർത്തി. നിങ്ങൾ ഇറങ്ങിയിരുന്നോ? ഇപ്പോഴാ പുറത്ത് വന്ന് ബൈക്കിൽ കയറിയിരുന്നത്. അപ്പോഴത്തേക്കും പുറപ്പെട്ടു വന്ന് മണ്ടിയെ പോലെ ചോദിച്ചാൽ ഞാൻ പിന്നെ എന്തു പറയാനാ? അല്ല, നിങ്ങൾ എന്തെങ്കിലും മറന്നുപോയിരുന്നോ? ഞാൻ എന്താ മറന്നേ? കയ്യിൽ ഫോണുണ്ട്, പേഴ്സും ഉണ്ട്, ബാഗും ഉണ്ട്. എല്ലാം കറക്റ്റായുണ്ടല്ലോ. ഇതിനാണോ നീ വിളിച്ചത്? ആ, നിനക്കിത് പുറത്ത് വന്ന് നേരിട്ട് തന്നെ ചോദിക്കായിരുന്നില്ലേ? ആ, എന്തേ പുറത്തേക്ക് വരണോ? അത് പിന്നെ ആർത്തി. ശരിയെന്നാ, നിങ്ങൾ ഇറങ്ങിക്കോ. ആ, ഹേയ്, ആ, എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്, ഞാൻ കട്ട് ചെയ്യാണേ. അപ്പോഴത്തേക്കും അദ്ദേഹം നിന്നെ വിളിക്കാൻ തുടങ്ങിയല്ലേ? നിന്റെ ചേച്ചിയുടെ ഉം. ഭർത്താവ് നിന്നെ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം വിളിക്കുക? എനിക്ക് ബോറടിക്കും. സംസാരിക്കാനാണെങ്കിൽ ആരുമില്ല.
അങ്ങേരെങ്കിലും എന്നെ ഫോൺ ചെയ്തൊന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് ഫോൺ വെക്കുന്നുണ്ടോ? അങ്ങേര് ചിലപ്പോ പിണങ്ങും. പറഞ്ഞോളൂ ഏട്ടാ. നിന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് വിചാരിച്ചോ? ആർത്തി, ഞാൻ നിന്റെ ഹസ്ബൻഡാ സംസാരിക്കുന്നത്. പറഞ്ഞു നന്ദ. അല്ല, എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ആ, എന്താ? വീട്ടിന്റെ ജന്നലും വാതിലൊക്കെ അടച്ചുകൊണ്ട് അകത്തിരുന്നു. എല്ലാം സേഫ്റ്റി ഒക്കെയാണ്. പക്ഷേ കാറ്റ് അകത്തേക്ക് വരുന്നതല്ലേ നല്ലത്. ഡൗട്ടാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എന്തിനാ നിങ്ങളെ ചുറ്റി വളച്ചിങ്ങനെ മൂക്ക് തൊടുന്നേ? ഞാൻ എവിടെയാ മൂക്ക് തൊട്ടെ? ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. സത്യത്തിൽ നിങ്ങളുടെ ഡൗട്ട് എന്താ? കിച്ചണില് ദോശ കരിയുന്നുണ്ട്, പോയി തിരിച്ചിട്. ആ, ഹും. എന്താ കളിയാക്കാണോ? അല്ല, നിന്നോട് കളിക്കുക. എന്തുവാടി ഇതൊക്കെ? അശ്ശോ, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ നന്ദ. ഒന്ന് വേഗം പറയ്. അല്ല, നീ രാവിലെ പുറപ്പെടുമ്പോ എന്തിനാ മിസ് ചെയ്തോ ഇല്ലയോ ചോദിച്ചേ? ആ, നിങ്ങളൊരു കാര്യത്തിനായി പുറത്തേക്ക് പോവല്ലേ? വല്ലോ മറന്നു വെച്ചോന്ന് ചോദിക്കാനായിരുന്നു. വീണ്ടും വന്ന് എടുക്കാന്ന് പറയുമ്പോ സമയം പോവില്ലേ? ഇതൊന്നും നിനക്ക് പറയാൻ അറിഞ്ഞൂടെ? നീയൊക്കെ ഒരു പെണ്ണാണോ? നിന്റെ അമ്മ നിന്നെ ഇങ്ങനെയാണോ വളർത്തിയത്? ഇങ്ങനെ നിങ്ങൾ വായി തോന്നിയത് ഓരോന്ന് വിളിച്ചു പറഞ്ഞാലോ? ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ടാ ഓ, ചോദിച്ചേ. ചെറുപ്പത്തില് നീ വണ്ടി വല്ലതും തള്ളി കളിച്ചിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? എന്തൊരു തള്ളടി ഇത്. തള്ളു തള്ളു, നിന്നെ കൊണ്ട് പറ്റുന്ന അത്ര തള്ളു. ആ, ആ. ഹലോ. ആരതി, ആ, പറഞ്ഞോളൂ. എന്ത് ചെയ്യുവാ? ഇപ്പൊ നിങ്ങളെ കുറിച്ച് ആലോചിച്ചേ ഉള്ളൂ. ആ, ഫോൺ ചെയ്തല്ലോ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആരതി, പെട്ടെന്ന് റെഡി ആയിട്ട് പുറത്തു വാ. ആയിക്കോട്ടെ. നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. അതിരിക്കട്ടെ, നമ്മൾ എങ്ങോട്ടാ പോന്നേ? അത് സർപ്രൈസ്. നീ പെട്ടെന്ന് റെഡി ആയിട്ട് പുറത്തു വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി എന്നാ. കേട്ടല്ലോ? കം. ശരി. ഇതെന്താ ഇതുവരെ ആളെ കാണാത്തെ? വാ, കയറിയിരിക്കേ. ഉം. അപ്പൊ പോവാം. ഉം. ഹും. നിനക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്നെ പറഞ്ഞോ. നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഉം. എന്നെ എത്രത്തോളം ഇഷ്ടമുണ്ട്? ഒരുപാട് ഇഷ്ടോ. എന്നെ ഇഷ്ടപ്പെടുന്ന അത്രത്തോളം നിനക്ക് ഏത് ഐസ്ക്രീമാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ എനിക്ക് ഐസ്ക്രീം തീരെ ഇഷ്ടമല്ല. ഉം. ഞാനെന്ന് പറഞ്ഞാൽ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഉം. ആ? നിങ്ങളെന്ന് വെച്ചാലേ എനിക്ക് എന്റെ കണ്ണുകള് പോലെ, ഓ. എന്റെ മനസ്സ് പോലെ, ഉം. എന്റെ ജീവനെ പോലെ. അപ്പൊ നന്ദു? അവനെ വേണമെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങളല്ലേ അവനെ എന്റെ തലയിൽ കെട്ടിവെച്ചേ. ഉം. നിന്റെ ഫീൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്നെ കെട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ലേറ്റായിട്ട് ജനിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ നീ കുറച്ച് നേരത്തെ ജനിക്കേണ്ടതായിരുന്നു. ഈശ്വരൻ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നല്ല ഗെയിമാണ് കളിച്ചത്. ഇപ്പൊ നിനക്ക് എന്റെ ഫീൽ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? ഏട്ടാ, നിങ്ങളൊരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. എനിക്ക് നിങ്ങളോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ട്. ശരി ശരി,
പോകുന്ന വഴിയിൽ ഏതെങ്കിലും കടയിൽ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ചു തരട്ടെ? ആ ഓക്കെ. അതെ, നീ വിട്ടിരിക്കേ, ഞാൻ ഐസ്ക്രീം മേടിച്ചിട്ട്. ഓക്കെ. ഉം. ഇന്ന് ഐസ്ക്രീം കണ്ട ഉടനെ മുഖം അങ്ങ് തെളിഞ്ഞല്ലോ. അപ്പൊ പോവാം. ഉം. ആരതി, ഉം. നിനക്ക് ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമായോ? ഒത്തിരി ഇഷ്ടായി. എന്നിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്? നല്ലപോലെ ആസ്വദിച്ച് കഴിക്കേ. ഉം. ഓക്കെ. നിനക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എനിക്കൊരു ഫോൺ ചെയ്താൽ മതി. ആ ഉം. നന്ദു, നന്ദു, ഇവനെന്ത് പറ്റി? ആരതി, ആ, ഉം. ആർത്തി നിക്ക്. എന്താ നോക്കുന്നേ? നിങ്ങൾ ആർത്തിയുടെ ചേച്ചിയുടെ ഭർത്താവാണ്, ഞാൻ അവളുടെ ഹസ്ബൻഡ്. രാവിലെ ഇവള് എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ, എന്തിന് ഉറക്കത്തിൽ പോലും നിങ്ങളുടെ പേരാണ് ഓരോ സെക്കൻഡും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്ശെ. പിന്നെ ഞാനെന്തിനാ? നന്ദു, ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? നീ എന്തിനാ ഇപ്പൊ അങ്ങേരോട് കയർത്ത് കയറുന്നേ? നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യാണ് നന്ദു. എന്ത് ലിമിറ്റ്? ഞാനവിടെ ക്രോസ് ചെയ്യുന്നേ? ഒരു പെണ്ണിന് 3 നേരം ഭക്ഷണം കിടക്കാൻ ഒരു മുറി ഉണ്ടായാൽ മാത്രം മതിയോ? ഞാനൊരു മനുഷ്യ സ്ത്രീയാ, എനിക്കുണ്ടാവില്ല ഫീലിങ്സ് ഒക്കെ. അതെന്തുകൊണ്ടാ നിനക്ക് മനസ്സിലാവാത്തെ? ഇങ്ങനെ മനസ്സിലാക്കുന്ന പോലെ നീ എന്താ മനസ്സിലാക്കാത്തത്? നിനക്കൊരിക്കലും മനസ്സിലാക്കാനും പറ്റില്ല, മനസ്സിലാക്കുകയും വേണ്ട. ആർത്തി, മിണ്ടാതിരിക്കെ. പെണ്ണെന്ന് വെച്ചാ എന്താണെന്ന് നീ എനിക്ക് ക്ലാസ് എടുക്കുവാണോ? നിനക്ക് എന്നോട് ബഹുമാനം, പേടി, സ്നേഹം ഒന്നുമില്ല. അതെനിക്ക് തിരിച്ചറിയാൻ കഴിയും. ഹും. ഇയാള് നിന്നെക്കാളും വയസ്സിൽ മൂത്തതല്ലേ? നീ എന്തിനെ തെറ്റായി സംസാരിച്ചാലും നിനക്ക് അദ്ദേഹം നല്ല ബുദ്ധികൾ പറഞ്ഞു കൊടുക്കണം. നന്ദു, നീ എന്തൊക്കെയാ സംസാരിക്കുന്നേ? നിങ്ങൾ ആദ്യം മിണ്ടാതിരിക്കെ. ഇനി നിങ്ങളുടെ സ്നേഹം ആർത്തിക്ക് ആവശ്യമില്ല. ഇനി അവൾക്ക് ഏതാണ് ഇഷ്ടം, ഇഷ്ടമില്ല എന്ന കാര്യം അവളുടെ അച്ഛനമ്മയല്ല, ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഇനി നിങ്ങൾ എൻ്റെ കുടുംബത്തിലേക്ക് യാതൊരു നല്ലതും ചെയ്യണ്ട. ദയവേത് നിങ്ങൾ എപ്പോഴും ശല്യം ചെയ്യാതിരുന്നാൽ മാത്രം മതി. നന്ദു, നിർത്തുന്നുണ്ടോ? ആർത്തി, മിണ്ടാതിരിക്കാനാ പറഞ്ഞ്. ജീവിതം വെറും കാശും പണം മാത്രമല്ല, കാണാതെ പോയതിനു ശേഷം തെരഞ്ഞെടുക്കാൻ. അത് ജീവിതത്തിന്റെ അവസാനത്തെ ബസ് പോലെയാണ്. ഒരു തവണ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും കിട്ടില്ല. എന്നെ കൊണ്ട് വിചാരിച്ച പോലെ ജീവിതത്തിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ അതിന് പേര് വേറെയാണ്. ഹലോ, ഒരു മിനിറ്റ്. ഇനി നിങ്ങൾ ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരിക്കലും വരാൻ പാടില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു പോരുത്.